വനിത എന്ന നിലയിൽ ഏറെ അഭിമാനം നൽകിയതാണ് ഇന്നലത്തെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. ആ ക്യാബിനറ്റ് അജണ്ടയായി വന്ന മുഴുവൻ ഏതാണ്ട് 90% കാര്യങ്ങളും വനിതകൾക്കായുള്ള തീരുമാനമെടുത്തതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ദിരാ ഗ്യാരണ്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രിയപ്പെട്ട രാഹുൽജിയുടെ നിർദ്ദേശപ്രകാരം വെച്ച രാഹുൽജിയുടെ ഒരു സ്വപ്നം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടികൾ. അതിൽ ഒരെണ്ണം ഇന്നലെ തന്നെ തീരുമാനിച്ചു. വയോജനങ്ങളുടെ കമ്മീഷൻ രൂപീകരിക്കുന്നു, വകുപ്പ് തന്നെ രൂപീകരിച്ചു. സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 യാഥാർത്ഥ്യമാക്കുമെന്ന് ആദ്യ ക്യാബിനറ്റ് തീരുമാനിച്ചു. അതോടൊപ്പം കേരളത്തിലെ UDF ആശാ വർക്കർമാർക്കായി ഓണറേറിയത്തിൽ വർധനവ് വരുത്തുമെന്നുള്ളത് ആദ്യ ദിവസം തന്നെ തീരുമാനമെടുത്തു. തുടർന്നുള്ള കാലഘട്ടങ്ങളിലും അതുപോലെ ആശാ വർക്കർമാരുടെ 3000 രൂപ വർദ്ധിപ്പിച്ചത് മാത്രമല്ല, അംഗൻവാടി പ്രവർത്തകർ, അതുപോലെ പാചകത്തൊഴിലാളി സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഈ മേഖലകളിലെല്ലാം സ്ത്രീകളാണ് കൂടുതൽ ജോലിയെടുക്കുന്നത്. എപ്പോഴും കൂലിയുടെ കാര്യത്തിലായാലും വേതനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്ന ജനവിഭാഗത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിച്ചു. നാളെ ഇനി മന്ത്രിസഭാ യോഗമുണ്ട്. ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി സമഗ്രമായി നാളെ തീരുമാനിക്കും. LDF ഒരു സമയം കൊണ്ട് ചെയ്തില്ലോ. 8 മാസക്കാലം മഴയത്തും വെയിലത്തും പാവപ്പെട്ട സഹോദരിമാർ അവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തപ്പോൾ ഒരു ടാർപ്പാളിൽ വെച്ച് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് സമ്മതിക്കാത്ത മനുഷ്യത്വമില്ലാത്ത ആളുകളാണ്. അന്ന് അവർ ഇതുപോലെ 3000 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഒന്ന് തിരിഞ്ഞു നോക്കാം. വനിതാ മന്ത്രി അടക്കം ചുമതല വഹിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. മുഖ്യമന്ത്രി അടക്കം ആ സമരത്തോട് കാണിച്ച ധിക്കാരപരമായ ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. എത്ര വർഷം കൊണ്ട് അവർ കൂട്ടിയെന്ന് പറയുന്നത് അങ്ങനെയാണോ? ഒരു വലിയ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ച ഒരു ജനവിഭാഗം സമരം ചെയ്യുമ്പോൾ അതിനോട് അനുഭാവപൂർണ്ണമായ സമീപനമല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടത്? ആ അർത്ഥത്തിൽ അവരങ്ങനെയല്ല സ്വീകരിച്ച്. അതല്ല UDFൻ്റെ നയം. UDFൻ്റെ നയം ജനങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ആദ്യ ദിവസം മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഒരു ഗവൺമെൻറ് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തീരുമാനമെടുക്കും. ഇനിയുള്ള സമയങ്ങളിലും ജനപക്ഷത്തിൽ നിന്നുള്ള തീരുമാനങ്ങളായിരിക്കും UDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഈ കൊല്ലം അസംബ്ലിയിലേക്ക് വന്നാൽ പ്രധാനമായും 2 പാലങ്ങൾ ഇപ്പോഴും പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പെരുമൺ പേരത്തിനുള്ള പാലം, 2 ഓടിയൽക്കടവ് പാലം ഒന്നും എത്താതെ നിൽക്കുന്നു. ഇതിനെക്കുറിച്ചൊരു ആദ്യം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന നിലയിൽ എന്തെങ്കിലും നടപടികൾ വളരെ വേഗം നടപ്പാക്കാൻ സാധിക്കും? തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ. ഇനിയിപ്പം നാളെ ക്യാബിനറ്റ് യോഗം, മറ്റന്നാൾ MLA-മാരുടെ സത്യപ്രതിജ്ഞയും തൊട്ടടുത്ത ദിവസം സ്പീക്കർ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞാൽ നേരെ മണ്ഡലത്തിൽ വന്ന് അത്തരം കാര്യങ്ങളിലൂടെ തൊട്ടടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തി എത്രയും പെട്ടെന്ന് പണികൾ ആരംഭിച്ച് കൊല്ലത്തെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോന്നോരോന്നായി പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യം തിരുവനന്തപുരത്ത് കേരളത്തിൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് മറ്റൊരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നു എന്നാണ്. കൊല്ലത്തിന്റെ ഒരു പാരമ്പര്യ മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു നിരവധിയിൽ കിടക്കുകയാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പുനരുദ്ധാരണം നടത്തിയത് മെഡിക്കൽ കോളേജ് പോലെ ആക്കി തീർക്കുക എന്തെങ്കിലും നടപടി കൊല്ലത്തു നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ചെയ്യപ്പെട്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അത് സൂചന നൽകുന്നുണ്ട് വിഷയം. തീർച്ചയായും ആരോഗ്യവകുപ്പ് മന്ത്രി ചുമതലയേറ്റാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ നിവേദനം ഈ പറയുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനും ഒപ്പം അതിനേക്കാൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രി ശോച്യാവസ്ഥ പരിഹരിക്കാനാണ്. ജില്ലാ ആശുപത്രി നമ്മളൊരു രോഗിയെ കൊണ്ട് ചെന്നാൽ കയറുന്നതിന് മുമ്പേ ചീട്ടിൽ തന്ന് തിരുവനന്തപുരത്തേക്ക് വിടുക, അത് മാറ്റണം. ഒരു പരിശോധനയ്ക്ക് ചെന്നാൽ നേരെ സ്വകാര്യ ലാബുകളിലേക്കാണ് വിടുന്നത്. സ്കാനിങ് അടക്കമുള്ള നമുക്കറിയാമല്ലോ, സമൂഹത്തിലെ ഏറ്റവും പാവങ്ങളാണ് ജില്ലാശുപത്രി അടക്കമുള്ള സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് ചെല്ലുന്നത്. ഇവരുടെ ദയനീയതയ്ക്ക് ഒരു ആശ്വാസം കൊടുക്കാത്ത രീതിയാണ് ഇപ്പോഴവിടെ ഉള്ളത്. കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് എങ്കിലും ഹൃദ്രോഗ വിദഗ്ധൻ്റെ സേവനം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിക്കുണ്ട്. ജില്ലാ ആശുപത്രിക്ക് പ്രയോറിറ്റി കൊടുക്കും. അവിടെ പാവങ്ങൾക്ക് ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ത്വരിതഗതിയിൽ വരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ചെയ്യും.